എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ടാം ഓണമാണ്. രണ്ടാം ഓണം ഞങ്ങളുടെ വീട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയാണ്. അമ്മ നേരെ രമ്യ ചേച്ചിയുടെ വീട്ടിലോട്ടും പോകും. അങ്ങനെ കേശു ഇന്ന് അവൻ്റെ കസിൻസിനെയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നേരെ ഉറങ്ങിയിട്ട് പോലുമില്ല. അമ്മ അവരൊക്കെ എപ്പോൾ വരും? രാവിലെ വരൂ. രാവിലെ ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണ് അങ്ങ് പോകാനായിട്ടൊക്കെ. അങ്ങനെ ചേട്ടനും കേശുവും കൂടെ കണ്ണാടി ഒരു ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോവുകയാണ്. അതും കൊണ്ട് പോയിട്ട് വന്നിട്ട് യൂബർ വിളിച്ച് ഇന്ന് ഒറ്റ യൂബറും കിട്ടാനില്ല ഏട്ടാ. അങ്ങനെ അമ്മേതാ വണ്ടിയിലിരുത്തി രമേശിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. അമ്മേനെ ഈ വണ്ടിയിൽ കയറ്റണത് തന്നെ ഒരു ഭയങ്കര പാടാണ്. അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് കയറാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഒന്ന് പിടിച്ച് കയറ്റി എങ്ങനെയെങ്കിലും വണ്ടിയിലിരുത്തി വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ചേട്ടന്മാരൊന്നും ഓട്ടോ എടുക്കൂല. അങ്ങനെയാണ് യൂബർ ബുക്ക് ചെയ്യാൻ നോക്കിയത്. യൂബർ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് യൂബറുകാരന്മാരെ പോലും കിട്ടാനില്ല. അങ്ങനെ കേശുവും അച്ഛനും കൂടെ അമ്മയെ കൊണ്ടാക്കാൻ പോയപ്പോഴേക്കും ഞാൻ എന്താ എൻ്റെ പെട്ടി ഭ്രമണം, എനിക്കിങ്ങനെ കുറേ സംഭവങ്ങൾ കാണുമല്ലോ, അതെല്ലാം എടുത്തും കൊണ്ട് വീട്ടിലോട്ട് വന്നേ. ഒരുത്ത എപ്പോഴേ തുടങ്ങിയെന്നറിയാമോ? വന്നില്ല. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ അമ്മയെ കൊണ്ടാക്കാൻ പോയി. നല്ല മണമല്ലോ, പൊരിച്ച കോഴീൻ്റെ മണം. എന്താ വെച്ചാൽ 16 അല്ല 16 പൊരിക്കുന്നു. അപ്പം അവരാരും എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അവരൊക്കെ വന്നായിരിക്കുമെന്ന്. ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ, കേശു എത്തിയിട്ടില്ല. അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഏകദേശം ജോലികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും എപ്പോഴും അങ്ങനെയാണ്, അതിരാവിലെ എഴുന്നേറ്റ് ജോലികളെല്ലാം നേരത്തെ തീർത്ത് വയ്ക്കും. അത് ഓണത്തിനായിരുന്നാലും വാവിനായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കിന്ന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അച്ഛൻ വാടിപ്പോയി ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു നീ നേരത്തെ ആണെങ്കിൽ ചിക്കൻ പൊരിക്കാൻ. അതിൽ ഒരു വലിയ കഷ്ണം കിടക്കാണ്. ഒരു വലിയ ഞാൻ ചോദിക്കട്ടെ ചേട്ടനിത് ഇളക്കണില്ല. അതേപോലെ ഒരു വലുതായിരുന്നു. ഇതിങ്ങനെ തൊട്ടുപോയ അവന്റെ ഒരു പൊടിക്ക് പോകും. ഇതൊരു മനുഷ്യന്റെ ഒരു അച്ഛൻ ചിക്കൻ പൊരിക്കണത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് അച്ഛൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം എണ്ണയൊന്നും കാണൂല. അങ്ങനെ അതിൽ നിന്ന് കൈയിട്ട് വാരി കുറച്ചൊക്കെ കഴിച്ചപ്പോഴേക്കും എനിക്ക് അവരൊക്കെ വരും പോലെ ഗേറ്റ് തുറക്കും പോലെ തോന്നി. അതാണ് ഞാൻ ഓടിപ്പോയി നോക്കിയത് കേട്ടോ. അച്ഛൻ ഇവിടെ എല്ലാ ചിക്കനും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഒരു കാലം ചോറ്, പുതിയ പാത്രം വെച്ചാ പുതിയ ഉരുളിയാ, ചിക്കൻ കറി, ചോറും ചിക്കനും മാത്രമേ ഉള്ള, വേറൊന്നും കാണാൻ. ക്യാബേജ് തോരൻ, പിന്നെ തോന്നും അവിയൽ, എല്ലാം ആയാ? പരിപ്പാ പുളിശ്ശേരിയാ? പരിപ്പല്ലേ. പച്ചടി പുളിശ്ശേരി എവിടാ? ഇത് പുളിശ്ശേരി, അത് പരിപ്പല്ലേ? പച്ചടി മരിച്ചിനില്ലേ? അങ്ങനെ ബാക്ക് വശത്തോട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പുല്ല് അത്രയും വളർന്ന് കിടക്കുന്നതാണെങ്കിൽ കാണുമ്പോൾ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആയിട്ടാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ പുതിയ വീടുകളൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 വീടൊക്കെ അവിടെ പുതിയത് വരെയാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇവിടെ മൊത്തം കേശവർദ്ധിനി നട്ടിട്ട് കേശവർദ്ധിനി പാടമാക്കണമെന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാനായിട്ടെ. അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അച്ഛൻ വന്ന് അതിൽ തവിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് കാണുന്നവർ വിചാരിക്കും അച്ഛനാണ് അവിയലും സാമ്പാറും ഒക്കെ വെച്ചതെന്ന്. ആ ചിക്കൻ പൊരിക്കണത് മാത്രമാണ് അച്ഛൻ, അമ്മ കാണണ്ട. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ എണ്ണയും കൊണ്ട് ഒഴിച്ചിട്ട് അതിനെ ഇളക്കിയിട്ട് ക്രെഡിറ്റ് അടിക്കാനാണ് അമ്മ.
കാണിക്കണ വേലയുണ്ട്. അപ്പോഴേക്കും അച്ഛനും മോനും എത്തിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു കേശുക്കുട്ട അതോ ഓടിച്ചില്ല, അപ്പാപ്പ അവിടെ ചിക്കൻ പൊരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കേശുക്കുട്ട ഓടി വരണുണ്ട് കേട്ടോ ചിക്കൻ എടുക്കാനായിട്ട്. അങ്ങനെ കേശുക്കുട്ടന് നല്ലൊരു പീസ് നോക്കി, എല്ലാം ഇല്ലാത്ത നല്ലൊരു പീസ് നോക്കി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ചേട്ടൻ വന്നപ്പോഴും ചേട്ടനോടും പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ വന്നിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കണേക്കാളും ഇങ്ങനെ ചുമ്മാ നുള്ളി പറക്കി തിന്നുമെന്ന് പറയുമല്ലോ, അതുപോലെ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കേശു ഓടി അവരെത്താത്തത് കൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ക്രിക്കറ്റ് കളിക്കാനായിട്ട്. അപ്പം ഞാൻ പറയുകയും ചെയ്തു ഓണമായിട്ട് അവരെ മൂക്കാമണ്ടയിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ട് അവിടെ ഇട്ടേക്കല്ലേ അവരിന്ന്. അപ്പോൾ അമ്മയ്ക്കും ഇങ്ങനെ കേശുവിനോട് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കേശുക്കുട്ടന് ചെറിയ നിരാശയും ഉണ്ട്, അവരാരും വന്നില്ലല്ലോ എന്നുള്ളത്. ആ നിരാശ മൊത്തം അച്ഛൻ്റെ അമ്മേരെ മേലെ തീർക്കുകയാണ്. അവരെ കൊണ്ട് കളിപ്പിക്കണ അടുത്ത അമ്മ കളിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത അച്ഛൻ്റെ കൂടെ വരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബോൾ എറിഞ്ഞതാ ഞാൻ ബാറ്റ് ചെയ്യട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും അവിടെ ഇരിക്കാൻ സമ്മതിക്കണില്ല. അങ്ങനെ ചേട്ടനെ ഇനി ഞങ്ങളെ കൊണ്ടാക്കി അല്ല ഇവിടെ വന്നിട്ട് പോവുകയാണ് കേട്ടോ. പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. നീ എന്തിനാ ഉടുപ്പൊക്കെ ഒരു കളഞ്ഞത്? സ്റ്റീൽ ബോഡി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ മാവേലിയുടെ പറഞ്ഞു ഞാൻ ഭരിച്ച കാണാൻ എനിക്കൊരു ദിവസം വരണമാണ്. അങ്ങനെ പറഞ്ഞു ചിങ്ങത്തിലെ തിരുവോണത്തിൻ്റെ അന്ന് എല്ലാ മനുഷ്യരെയും കാണാൻ മഹാബലിയുടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് മഹാബലി വരുമ്പോഴാണ് നമ്മൾ സദ്യയൊക്കെ ഒരുക്കി മഹാബലിനെ സ്വീകരിക്കണം. വിളക്കൊക്കെ കത്തിച്ച് കോടി അന്ന് മഹാബലി ഭരിച്ചിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മൾ നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് കോടിയൊക്കെ ഓണക്കോടിയൊക്കെ കോടിയൊക്കെ ധരിച്ച് നമ്മൾ നല്ല ഇത് സദ്യയൊക്കെ എന്നും സദ്യയൊക്കെ ആയിരുന്നു. തോലുമാട എങ്ങനെ വരും? കേശുക്കുട്ടന് വേറൊരു കാര്യമുള്ളത്, ഇങ്ങനെ ഐതിഹ്യങ്ങളൊക്കെ കുറേ അറിയാം. നമ്മൾ അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കേണ്ട. അങ്ങനെ പുരാണങ്ങളായിട്ട് അങ്ങനെയുള്ള പുരാണങ്ങളും ദൈവങ്ങളെയും അവരുടെ എന്താ പറയുക അവതാരങ്ങളായിരുന്നാലും അവരുടെ ഓരോരോ കാര്യങ്ങളും ഏകദേശം ഉള്ളതെല്ലാം മോനെ അറിയാം. കൂടുതലും നമ്മളിങ്ങനെ കാർട്ടൂൺസ് കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അവബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയൊക്കെ കേശുവിനെ അറിയാം. അപ്പോൾ ഓണത്തിൻ്റെ കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയാണെന്നൊക്കെ, അതൊക്കെ കണ്ടിട്ട് വീണ്ടും അമ്മയോട് വന്നിരുന്ന് ചോദിക്കണം അമ്മമ്മ അങ്ങനെയാണോ ഓണം ഇങ്ങനെയാണോ ഓണം എന്നൊക്കെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അവരെന്ത് വരാത്തതൊന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ വിളിച്ചപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്ക് എന്നുണ്ട്, ഭയങ്കര ബ്ലോക്ക് എന്ന്. വെഞ്ഞാറമൂടൊക്കെ വന്നിട്ട് അവർ 2 മണിക്കൂർ വെഞ്ഞാറമൂടിൽ സ്റ്റക്കായിപ്പോയെന്ന് പറയാണ്. അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം. അച്ഛൻ വാഴയില വെട്ടാൻ വേണ്ടി പോയി നോക്കിയതാണ് കേട്ടോ, അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വാഴയിലോട്ട്. അപ്പോൾ ഒരു രക്ഷയുമില്ല. അങ്ങനെ പിന്നെ ഞാനും അച്ഛനും കൂടെ എങ്ങ് വന്ന് വാഴയിലേക്ക്. ഓണം ഉണ്ണാൻ വരണം എന്ന് പറയണത് ഒരു ഫോർമാലിറ്റിയാണ്. അതുകൊണ്ട് ഉണ്ണണ നേരത്തല്ല വരാൻ, അതുകൊണ്ട് ഉണ്ണണ നേരത്തെ വരാവോ എന്നല്ല. എൻ്റെ കൊച്ചാണെങ്കിൽ ഇന്നലെ ഉറക്കം പോലും ഇല്ലാതെ ഇരുന്നേ നിങ്ങളെ കാണാൻ വേണ്ടി. ചെരുപ്പിട്ടുണ്ടോ? ചെരുപ്പെടുത്തിട്ട് നോക്കി കഴിഞ്ഞ വർഷമാണെങ്കിൽ അനിയത്തിയും ഹസ്ബൻഡും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം അവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഓണം ഇങ്ങനെ ഓടിപ്പോയതുപോലെയല്ലേ തോന്നുന്നത്. കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു. ഈ ദിവസം ഇവിടെ എല്ലാവരും കൂടെ കളിച്ച് തിമിർത്ത് മറിഞ്ഞ് ഒരു മേളമായിരുന്നു. അങ്ങനെ ഒരാൾ വന്നത് നെടുമങ്ങാട് നിന്നും ഒരാൾ ആറ്റിങ്ങൽ നിന്നുമാണ് കേട്ടോ വന്നത്. കുഞ്ഞമ്മയുടെ മക്കളുമാണ്. കുഞ്ഞമ്മയുടെ മക്കൾ ഇവർ ട്വിൻസാണ്. കണ്ടാൽ ട്വിൻസിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലെങ്കിലും 2 പേരും ഇരട്ടകളാണ്. അതിൽ മൂത്തവർക്ക് 2 പെൺമക്കളും ഇളയവർക്ക് ഒരു മോനുമാണ് ഉള്ളത്. അങ്ങനെ ഇവർ വരണ വഴിക്കും വാവ അവിടെ നിന്ന് നെടുമങ്ങാട് നിന്ന് വണ്ടി കയറി അവിടെ എവിടെയോ വന്ന് നിന്ന് അവിടെ നിന്ന് അവളെയും പിക്ക് ചെയ്താണ് ഇവർ വന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ബ്ലോക്കായിട്ട് പറയണ്ടല്ലോ 2ാം ഓണത്തിൻ്റെയൊക്കെ ഒരു പുകിലും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ടാണ് ഇവരെത്താനായിട്ടും താമസിച്ചത്. അപ്പോൾ കേശുവിന് ഇപ്പോഴാണ് ജീവൻ വീണത്. ഇനി ഇവരോട് കളിച്ച് മറിയാലോ. ഇവരെത്തിയപ്പോഴേക്കും ഏകദേശം 12 മണിയോളം ആയിരുന്നു. അങ്ങനെ വാഴയില വേണമെന്ന് പറഞ്ഞ് അവൾ വാഴയിലേക്ക് കൊണ്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ അതിനു മുമ്പ് ഞാനും അച്ഛനും കൂടെ പോയി വാഴയിലേക്ക് മുറിച്ചുകൊണ്ട് വന്നു. പിന്നെ വേറൊരു കാര്യമുള്ള എന്തെന്ന് വെച്ചാൽ
പിന്നെ ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി രമേശ്വര അവിടെയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സമയമില്ലല്ലോ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം ഞായർ, തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ ഉറക്കുകയല്ലേ. അപ്പോൾ ഒന്നിനും ഒരു സമയമില്ലാത്ത പോലെ, പിള്ളേർക്കൊന്ന് കളിച്ച് രസിക്കാനുള്ള സമയം പോലും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കുറച്ചും കൂടെ ലേറ്റായിട്ട് സ്കൂൾ അവധി കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം കാണൂലല്ലോ. അങ്ങനെ ആദ്യക്കുട്ടൻ്റെ പുതിയ ഷൂ ആണ് കേട്ടോ. നമ്മളെ കാണിക്കാൻ വേണ്ടി ഷൂ ഊരിയിട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഷൂസൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരെയും കാണിക്കുകയാണ്. അത് ഷൂസ് കൊടുക്കാത്തതിന് അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് വീണ്ടും ആ ഷൂസ് വാങ്ങി ഷൂസൊക്കെ ഇട്ട് കാണിക്കുകയാണ്. അപ്പോൾ കേശു ഇങ്ങനെ പറയണം, എത്ര സമയമായി കാത്തിരുന്നിട്ട്, അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ കേശുക്കുട്ടൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേശു കാത്തിരുന്നത് ആദീനെയും അല്ല ലച്ചുവിനെയും ബാറുവിനെയും ആയിരുന്നു. ആദ്യം കൂടെ കാണും, ലച്ചുവും ബാറുവിനെയാണ് കാണാൻ അധികം കിട്ടാത്തത്. അപ്പോൾ ലച്ചുവും ബാറുവും വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കുട്ടിപ്പട്ടാളംസ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒത്തുകൂട്ടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളല്ലേ ഉള്ളൂ. അത് ഭയങ്കര രസമായിരിക്കുമല്ലോ അല്ലേ. നമുക്കിങ്ങനെ ഒത്തുകൂടലുകൾ എപ്പോഴും നല്ല വൈബാണല്ലോ. ഇപ്പോൾ ഓണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാത്രമേ ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാനായിട്ട് കൊടുക്കാൻ വേറെ ആരുമില്ല. അതാണ് എനിക്കൊരു ടെൻഷൻ. എമ്മ ഉണങ്ങിയിരിക്കട്ടെ. കറക്റ്റ് എടി ഇത് കേശുവിനിപ്പോൾ വാങ്ങിച്ചത് അധികം മാറ്റി വാങ്ങിച്ചോണ്ട് വന്നതും അവൻ ഇപ്പം ആദ്യക്ക് ഡ്രസ്സിന്റെ പേര് മഴ. നമ്മളാ വെച്ചേ അത് നല്ല രസമുണ്ട്. വലുത് കുഴപ്പമില്ല. കൊച്ചുങ്ങളൊക്കെ ഇട്ട് വയ്ക്കാറേ എനിക്കൊരു മനസ്സമാധാനമുണ്ട്. ലച്ചുവിന് 2 വയസ്സ് അനിത കൊച്ചു മേടിച്ച് ഇതുവരെ ഇട്ടിട്ടില്ല. 2 വയസ്സ് അപ്പാപ്പനെ കാണിച്ചോട്. അപ്പാപ്പനാണ് വാങ്ങിച്ചത്. അച്ഛനെ ജയനാണ് ജയൻ. ഇപ്പോഴേ കണ്ടിട്ട് ബാക്കി എല്ലാം വലുതാണ് അവന്. ഇത് അങ്ങനെ അപ്പാപ്പൻ അടുപ്പത്ത് വെച്ച് തരും. കത്രി വെച്ച് ഇതങ്ങ് വെട്ടിക്കൊണ്ടിരിക്കും. ഇനി വരാം. അങ്ങനെയുള്ളതൊക്കെ കാശ്മീരി എണ്ണ ആദിക്ക് എണ്ണന്ന് അനിയന് കൊടുക്കാതെ അവനെ ചെയ്തു. ആദ്യം മാറ്റിട്ടൊന്നും നല്ല ചെറുതായി അവന് അങ്ങനെ പിറ്റൊന്ന് വലിച്ചു പോയി ഇല്ല. നമ്മൾ വാങ്ങിക്കാമല്ലോ. അങ്ങ് ടൈറ്റ് കണക്കില്ല. ഞാൻ വിചാരിച്ചു ഈശ്വര അവന്റെ ചെറുതായ. അങ്ങനെ എല്ലാവരെയും ഓണക്കോടികളാണ് കേട്ടോ. അച്ഛനും അമ്മയും എല്ലാവർക്കും ഓണക്കോടി എടുക്കും. എല്ലാ മക്കൾക്കും ഓണക്കോടി എടുക്കാം. അതുപോലെ തന്നെ അച്ഛനും അമ്മയാണ് നമ്മളെ കുടുംബത്തിൽ തലമൂത്തവർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പിള്ളേർ ഇവരൊക്കെ എല്ലാവരും ഓണത്തിന് വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന അച്ഛനും അമ്മയും വാങ്ങിച്ചു വെച്ചിരുന്ന ഡ്രസ്സെല്ലാം അവർക്ക് കൊടുത്തിട്ട് പിള്ളേരെല്ലാവരും ഇട്ട് നോക്കിയാണ്. കേശുവിന് നേരത്തെ കൊണ്ടുവന്നല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ഇവർക്ക് അമ്മയ്ക്കും അച്ഛനും ഉള്ള ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവരികയാണ്. എല്ലാ ഓണത്തിനും ഏറ്റവും കൂടുതൽ ഓണക്കോടി കിട്ടുന്നത് അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കാണിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. എന്റെ പൊന്നി പിള്ളേർക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വെപ്രാളമില്ലേ. നല്ല രസമാണ്. അത് നല്ല അടിപൊളി. പാറുവിന്റെ നല്ല കള്ള കുഴപ്പമില്ല. അടിപൊളി. ലക്ഷ്മിന്റെ പൊളി. രണ്ടുപേരും സൂപ്പർ. ലക്ഷ്മിന്റെ അടിപൊളി, പാറുവിന്റെ അതിന്റെ അപ്പുറത്തെ പൊളി. ആദ്യം ദുഃഖം പോലെ നോക്കാം. എല്ലാവർക്കും നല്ല കറക്റ്റ് കളിക്കാൻ അവർക്ക് വരുന്നത്. അവര് ഉടുപ്പ് അത് തന്നെ ഭാവിയിലൊന്നും ഇടാനല്ല. കൊച്ചിനെ ഇപ്പം നല്ല കാണും. വീഡിയോ കണ്ടില്ലേ ഇരുന്നല്ലേ? ഞാൻ അവസാനം വിളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് കണ്ടോണ്ടാണ് ആന്റി ഞാൻ നിന്നോടില്ല സവാള വാങ്ങിച്ച ഉള്ളി വാങ്ങിച്ചില്ല. അപ്പോഴും ഞാൻ ചോദിച്ചില്ല ആന്റി കണ്ടല്ലേ എന്ന് ഞാൻ ലാസ്റ്റ് അവിടെ നിന്ന് കാണാൻ ഇതിന്റെ അമ്മ മറ്റേ
ഇത് അമ്മയ്ക്ക്. രണ്ടും ഒരേ രണ്ട് കളർ അവർക്ക് താളിപ്പച്ചാണ് അവർക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ പറഞ്ഞു പിള്ളേർ സെറ്റിനുള്ള ഓണക്കോടി അച്ഛനും അമ്മയും കൊടുത്ത്, പിന്നെ മോളേൻ്റിക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന സാരി ഞാൻ ആൻറ്റിക്കും കൊടുത്ത്. ഇത് അമ്മ ആൻറ്റിക്ക് വാങ്ങിച്ച ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ ആൻറ്റിക്കും കൊടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടി കൈമാറി തീരുമ്പോൾ തന്നെ ഒരു സമയം ഒരു നേരമാവും. അങ്ങനെ ഇവിടെ കൈമാറ്റൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ. മക്കൾക്കൊരു ടീഷർട്ട് എടുത്ത് മക്കളെ വന്ന വരിയിൽ അവിടെ എത്രയും കയറി കണക്കാണാന്നൊന്നും അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നാളെ രാജേഷിൻ്റെ കൊടുത്തിട്ട് മാറ്റിക്കാനൊക്കെ അത് കണക്കായിരിക്കും. നോക്കട്ടെ, ക്ലിറ്റ് നോക്കട്ടെ. അങ്ങനെ മോളേൻ്റി വാങ്ങിക്കൊണ്ട് വന്ന ടീഷർട്ടാണ് കേട്ടോ കേശുവിന്. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല പരിചയം ഈ ടീഷർട്ട് കണ്ടപ്പോൾ. പിന്നെയാണ് മനസ്സിലായത് കേശുവിൻ്റെ യൂണിഫോമിൻ്റെ സെയിം കളറായിരുന്നു. കേശു ഇട്ടുകൊണ്ട് നിന്നിട്ട് എനിക്ക് കേശുവിൻ്റെ യൂണിഫോം പോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. കേശു ഇട്ടുകൊണ്ട് വന്ന ടീഷർട്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേശുവിന് ഓണത്തിനായിട്ട്. പിന്നെ അപ്പമാരുടെ വകയും കേശുവിന് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ടീഷർട്ട് ഇട്ട് നോക്കിയാണ് കേശുവിന് കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. ഇവരൊക്കെ എപ്പോൾ കേശുവിന് ഉണക്കോടി ഡ്രസ്സ് എടുത്താലും കുറച്ച് ചെറുതായി പോകും. പക്ഷേ ഇപ്പോഴൊക്കെയുള്ളതിൽ കറക്റ്റായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇനി ബാക്കി സമയം ഫുള്ള് കേശുത ഈ ടീഷർട്ടിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം മോളേൻ്റെ കേശുവിന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ഷർട്ടും മുണ്ടുമായിരുന്നേ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാവരും അടുത്ത് ഷർട്ടും മുണ്ടും വേണ്ട ഷർട്ടും മുണ്ടും എന്തായാലും നമ്മൾ എടുക്കും ഒരെണ്ണം. അപ്പോൾ പിന്നെ അത് എടുക്കുമ്പോഴേക്ക് പിന്നെ അതങ്ങനെ എപ്പോഴും ഇടാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ കേശുക്കുട്ടനെ നിൽക്കാൻ വയ്യ, പിള്ളേരെ കൂടെ കളിക്കാൻ ഓടിക്കോളാൻ വയ്യാതെയാണ് അവൻ നിൽക്കണത്. അങ്ങനെ അതും ഇട്ടും കൊണ്ട് അവൻ്റെ പാട്ടിന് പോയി. അപ്പം ഇതാണ് മോളിയാൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ച സാരി കേട്ടോ ഓണക്കോടി. അങ്ങനെ അത് കൊടുത്ത് ഇത് വാവയുടെ വകയായിട്ടുള്ളത് ലച്ചുവിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് അമ്മയ്ക്കുള്ള സാരി. അങ്ങനെ അതായി. ഇനി വാവച്ചിയുടെ വകയായിട്ടുള്ളതുണ്ട്, പിന്നെ അനിയത്തിയുടെ കിങ്ങിണിയുടെ വകയായിട്ടുള്ളതുണ്ട്. അങ്ങനെ അവൾ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് അയച്ചു കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ വകയായിട്ടുള്ള ഓണക്കോടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക്. അതൊരു സന്തോഷമല്ലേ അല്ലേ? ഇതൊക്കെയല്ലേ നമുക്കുള്ളൊരു മെമ്മറബിളായിട്ടുള്ള മൊമെൻ്റ് എന്നൊക്കെ പറയുമ്പോഴേക്ക്. എവിടെ നോക്കട്ടെ. അയ്യോ നല്ല ഷർട്ട് വെച്ചാ കണ്ണ് വെക്കുന്നുണ്ട്. അച്ഛാ ഈടച്ചാ അങ്ങോട്ട്. അല്ല അല്ലാതെ പിന്നെ വേറെ അച്ഛാ നല്ലത് അതിപ്പോഴത്തെ മോഡല്. നോക്കട്ടെ അച്ഛാ, സൂപ്പർ ഷർട്ട് അടി. അച്ഛനിടാൻ പറ്റാത്തത് അങ്ങനെ നല്ല ഷർട്ടായിരുന്നു കേട്ടോ വാവച്ചി കൊണ്ടുവന്നത്. എന്നിട്ട് അച്ഛൻ ഇടുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതല്ലേ ഇതുപോലുള്ളത്. അപ്പോൾ അച്ഛനിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചെറിയ വരകളുള്ള ഷർട്ടൊക്കെ മാത്രമേ ഇടുകയുള്ളൂ, അതും ഫുൾ കൈ മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ലൈറ്റ് കളർ, ലൈറ്റ് ഷെയ്ഡ്, പിന്നെ സൈഡിൽ ഇതുപോലെ ഡിസൈൻ വരണതൊക്കെ അച്ഛൻ ഇടൂലെന്ന് വെച്ചിട്ട് അച്ഛനെ കൊണ്ട് ഇടിയിക്കാൻ നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കളറോ കാര്യങ്ങളോ ഒരുപാട് കോമാളി പോലത്തെ ഷർട്ടൊന്നും അല്ലല്ലോ. അങ്ങനെ അച്ഛൻ ഇട്ട് കാണിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇട്ടിട്ട് കൊള്ളായിരുന്നു, നന്നായിട്ടിരുന്നേ. അങ്ങനെ അച്ഛൻ ഇട്ട് കണ്ടപ്പോഴാണ് അവൾക്ക് ഒരു സമാധാനമായത്. പിന്നെ ഞങ്ങളും കൂടെ പറഞ്ഞ് നന്നായിരിക്കാൻ അച്ഛന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്താ പറയാനായിട്ട് അച്ഛൻ അങ്ങനെയാണ് കേട്ടോ. എല്ലാ മക്കളുടെ അടുത്തും ഒരുപോലെയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് അച്ഛൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല ഷർട്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടു. അച്ഛൻ പിന്നെ വേറൊരു കാര്യമുള്ളത്, അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അപ്പം പറയും. അച്ഛനാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ എന്തെങ്കിലും അച്ഛന് ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിലും അച്ഛൻ ചിരിച്ചുകൊണ്ടേ അത് വാങ്ങിക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് കിട്ടിയ ഓണക്കോടികളെല്ലാം കൂടെ ഞാനെടുത്ത് അവിടെ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഒരുപാട്
എല്ലാ വർഷവും ഇതുപോലെ തന്നെ, എല്ലാ വർഷവും ഇതുപോലെ കിട്ടും കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ ഈ സന്തോഷം. ഇതെല്ലാം മോളെ എൻ്റെ കേശുവിന് വാങ്ങിച്ചിട്ടുന്ന പലഹാരങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയാണ്. ഈ കേക്കിന് അണ്ണി കേക്ക് എന്നാണ് നമ്മൾ പറയും, പൊതി കേക്ക് എന്ന്, ചേട്ടനൊക്കെ പറഞ്ഞാൽ അണ്ണി കേക്ക് എന്നാണ് കേട്ടോ. അങ്ങനെ മിച്ചർ, വറ്റൽ, ചിപ്സ്, മുറുക്ക്, ആ അണ്ണി കേക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ ആൻറ്റി വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ട് അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട് 2 ചേച്ചിക്കും കൂടെ കൊടുക്കണേ. ഞാൻ പിന്നെ ഒരു ചേച്ചിക്കും കൊടുക്കില്ല, ഇതെല്ലാം ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ എടുക്കുകയാണ്. അങ്ങനെ എല്ലാം എടുത്ത് അവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓണക്കോടിയൊക്കെ നോക്കി നിൽപ്പുണ്ട്. കുട്ടിപ്പട്ടാളംസ് എല്ലാം കൂടെ ഇതാ കളി തുടങ്ങി, പുറത്തിറങ്ങി. മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ നേരം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരുളി നേരം നെഞ്ചിനു താളം നിലവിനു നേരം അങ്ങനെ 2ാം ഓണം തൊട്ട് സദ്യയിൽ ചിക്കൻ സ്ഥാനം പിടിക്കുമല്ലോ, അതുപോലെ ഇവിടെ ചിക്കൻ വെച്ചതും ചിക്കൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടിപ്പട്ടാളംസ് എല്ലാം കൂടെ ഫുഡ് അല്ല സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇനി ഈ ഇലയിലുള്ള കറികളൊക്കെ മിക്കതും അതേപോലെ തന്നെ കാണുമല്ലോ, അപ്പം നമുക്കും അതിൽ തന്നെ ഇരിക്കേണ്ടി വരും കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഒരാൾ കഴിക്കേണ്ട മത്സരമൊക്കെ വെച്ച് സമ്മാനമുണ്ട്, ഫസ്റ്റ് കഴിച്ച് തീരണവർക്ക് ഓരോരുത്തരുടെ വകയായിട്ട് സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു എടുത്തും പിള്ളേരെ കൊണ്ട് തീറ്റിക്കുകയാണ് കേട്ടോ. പിള്ളേർ നമ്മൾ പറയണത് കളിയായിട്ടാണെങ്കിലും അവരത് കാര്യമായിട്ട് എടുക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് എവിടെ സമ്മാനവും ചോദിച്ച് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിച്ച് കൊടുക്കണത് വരെ മരുന്നും അടങ്ങൂല. അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, കഴിക്കണമെങ്കിൽ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങളും ഇങ്ങനത്തെ പല പല ഓഫറുകളും അവർക്ക് കൊടുക്കണത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴേക്കും ഒരു രസമല്ലേ സദ്യ ഇലയിൽ കഴിക്കാനായിട്ടും എല്ലാം കൂടെ. എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും പോലെ പിള്ളേർക്കൊക്കെ വളരുമ്പോൾ ഇതൊക്കെ നല്ല നല്ല ഓർമ്മകളാണെന്ന്. നമുക്കും ഉണ്ട് ഇതുപോലത്തെ ഓർമ്മകൾ. ഞങ്ങൾ തിരുവോണം മാത്രമേ വീട്ടിൽ, 2ാം ഓണം ആകുമ്പോഴേക്കും നേരം വെളുക്കണതും അമ്മാമ്മേരെ അടുത്ത് പോകും. അപ്പോൾ മോളിയാൻ്റിയുടെ കൂടെ ആയിരുന്നു അമ്മാമ്മ. അപ്പോൾ ഇവരൊക്കെ കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരുടെ കൂടെ പോയിരുന്ന് കളിക്കാനും ഓണസദ്യ ഉണ്ണാനും വേണ്ടി ഞങ്ങൾ നേരെ വിളക്കണം നോക്കിയിരിക്കും. തിരുവോണം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചു കൂട്ടും. 2ാം ഓണമാണ് നമ്മളെ ഓണം, എല്ലാവരും കൂടെ ഒത്തുകൂടണതല്ലേ. അങ്ങനെ നേരെ അയലത്ത് പോയിട്ട് അവിടെ എല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ 3ാം ഓണം മിക്കവാറും നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് 3ാം ഓണത്തിന് ഇങ്ങ് വരും. അതും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങ് വരണത്. 4ാം ഓണം ഇളയ കുഞ്ഞമ്മയുണ്ടായിരുന്നു, അവരുടെ വീട്ടിലായിരിക്കും അങ്ങ് പോത്തങ്കോട്. അതോടുകൂടെ നമ്മുടെ ഓണാഘോഷ പരിപാടികളുടെ സമാപനമാവുമായിരുന്നു. ഇപ്പോൾ അതേ പണ്ട് അമ്മയൊക്കെ ശീലിപ്പിച്ച അതേ രീതി തന്നെയാണ് നമ്മളും ഇപ്പോൾ ഫോളോ ചെയ്യണത് കേട്ടോ. നമുക്ക് എന്ത് രസമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ അതുപോലെ നമ്മളെ മക്കൾക്ക് ആ ഒരു രീതി വേണ്ടേ. അങ്ങനെ ഇപ്പോൾ അതിപ്പോൾ നമ്മളെ മക്കളിലൂടെ നമ്മുടെ ആ ഒരു എന്താ പറയാനായിട്ട് ആ ഒരു സമയം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ.
അങ്ങനെ പിള്ളേർക്ക് സദ്യയൊക്കെ കൊടുത്തിട്ട് 4 എണ്ണത്തിനെ അടിച്ച് ഈ പുറകോശത്താക്കി കേട്ടോ. ഫ്രണ്ടിൽ പോയി നിന്നാൽ നമ്മൾ അറിയൂല, അവിടെ ആരെങ്കിലും ഗേറ്റ് തുറന്ന് കയറി വന്നാലും നമ്മൾ കാണൂല. അതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മളെല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചേട്ടൻ എത്തിയിട്ടുണ്ട്, പിന്നെ ബിജിനുണ്ട്, ഇപ്പോൾ രാജേഷും ഇല്ല, അഖിലും ഇല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം അവരൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മാത്രം ആയിട്ട് ആണ് ഇപ്രാവശ്യത്തെ ഓണസദ്യയെല്ലാം. അങ്ങനെ ചേട്ടനും അച്ഛനും അനിയനും കൂടെ ഇരുന്ന് ഇനി ഓണസദ്യ അവർക്ക് ഡൈനിങ് ടേബിളിൽ നമ്മൾ പിള്ളേർ കഴിച്ച അതേ ഇലയിൽ താഴത്ത് ഇരുന്നാണ് കഴിക്കാനായിട്ട് പോണത്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പം എന്തെങ്കിലും ചെയ്യാനോ വിളമ്പാനോ വരെ എനിക്ക് മടിയാണ്. അതൊക്കെ അവർ ചെയ്തോളുമല്ല, അമ്മയും ആൻറ്റിയും ഉണ്ട്, പിന്നെ അവളുമാർ രണ്ടുപേരും നിന്നോളും എല്ലാത്തിനും. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വിളമ്പിയൊക്കെ കൊടുക്കുകയാണേ. ഇനി ഇതുപോലുള്ള ഒത്തുചേരലിന് വീണ്ടും 1 വർഷത്തെ കാത്തിരിപ്പാണല്ലോ. അടുത്ത ഓണത്തിനല്ലേ ഇനി ഇത് പറ്റുള്ളൂ. ഇങ്ങനെ കഴിഞ്ഞ ഓണത്തിന് പറഞ്ഞതാണ്, പറഞ്ഞു തീരുന്നുമ്പോൾ അടുത്ത ഓണം ഇങ്ങ് എത്തിയതുപോലെ ആയി കേട്ടോ. അത് പെട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നതല്ലേ, അല്ല ഇപ്പം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് തോന്നും. പിന്നെ നമ്മൾ ഇതുപോലുള്ള മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അപ്പം നമ്മൾ അനുഭവിക്കണേക്കാളും ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം ഇതൊക്കെ കാണുമ്പോഴേ നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ആ ദിവസം എന്ന് ആലോചിക്കുമ്പം ഭയങ്കരമായിട്ട് കുറേ കൂടെ നമുക്കൊരു മിസ്സിങ് ഒക്കെ തോന്നും. അയ്യോ അതൊക്കെ അങ്ങ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത്. അങ്ങനെ ഇനിതാ നമുക്കുള്ളത് ഇടുകയാണ് കേട്ടോ. പിള്ളേരെ ഇലയിൽ ഇരിക്കാൻ പോയപ്പോഴേക്കും അവരെല്ലാം പായസമൊക്കെ വെച്ച് അത് അലമ്പി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആ ഇലയെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഇലയിട്ട് നമ്മൾ ആ ഇലയിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ പാടല്ലേ അതിൽ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ ഇനി ആഹാരം നമ്മുടെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറപണതാളം പരിചകളുടെ നീരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കഴിക്കുമിടയിലും അങ്ങനെ സദ്യ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് പിള്ളേർക്ക് ഐസ്ക്രീമും മുട്ടായിയൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു ഓഫർ കൊടുത്തല്ലോ ഫസ്റ്റ് കഴിക്കണവർക്ക്. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത കടയിൽ വന്നതാണേ. ചലപ്പറകളെ കൊണ്ട് വരണ്ടിയിരുന്നു. അങ്ങനെ ഐസ്ക്രീമും മുട്ടായിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ അച്ഛനും കൂടെ വന്നു കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം പൈസ അച്ഛൻ തന്നെ കൊടുത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഭാവിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അച്ഛൻ എല്ലാം കൊടുത്ത് പിന്നെ അച്ഛൻ്റെ ഒരു സന്തോഷം അതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഒന്നും മിണ്ടാനും പോയില്ല. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം ചോക്കോബാറാണ് കേട്ടോ വാങ്ങിച്ചത്. ചോക്കോബാറും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പട്ടാളംസിന് എല്ലാത്തിനും കൂടെ വരണം. അപ്പോൾ ഒരാളെ കൊണ്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിനൊന്ന് കാണുമ്പോൾ ഭയങ്കര തലയെടുപ്പായിരിക്കുമല്ലോ, ഭയങ്കര മേളമായിരിക്കും. അങ്ങനെയാണ് എല്ലാവരും കൂടെ പോയത്. ഇനി കൊണ്ടുവന്നിട്ട് ഇനി ഇതിനെ പൗത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും പാട്. അങ്ങനെ ഞാനായിട്ട് തന്നെ എല്ലാവർക്കും വീതിച്ച് തരുമെന്നും പറഞ്ഞിട്ട് ഞാനത് അവിടെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ആദ്യം മഞ്ച് കൊടുത്തു കേട്ടോ. എല്ലാവർക്കും മഞ്ച് കൊടുത്ത് ഒന്ന് ഒതുക്കി.
എല്ലാണത്തിനെയും. ഇനിയാണ് ഐസ്ക്രീം വിതരണം തുടങ്ങാനായിട്ട് പോണത്. കേശുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല സ്വഭാവമല്ലെന്ന്. പിന്നെയാണ് വലിയ വല്യമ്മ വല്യമ്മ ഈ ബലൂണേ അപ്പൊ അവരോട് നമ്മളോട് 40 രൂപ കൊടുക്കണ ബലൂൺ ഇവിടെ 60 രൂപ. ബലൂണാ ബലൂണിന്റെ ആ ബോർഡ് 40 രൂപ കൊടുക്കണ ആ ബോർഡ് അവിടെ 40 അവിടെ 30 രൂപ കിട്ടണത് നമ്മൾ 40 രൂപ വിൽക്കും. ഓഹോ അപ്പൊ 60 രൂപ കൊടുക്കണം, 30 രൂപ മാറ്റി. അത് അതാണ് ഇവിടെ ഇപ്പൊ കൊണ്ട് കളിക്കുന്നത്. അതെല്ലാവർക്കും ആവാൻ മാത്രമേ നെടുമങ്ങാട് 60 രൂപ. നിങ്ങൾ എന്താണ് 40 രൂപ നെടുമങ്ങാട് 60 രൂപ. എന്തിനാ നെടുമങ്ങാട് ഞാൻ അത് നോക്കി വലിയ ബോൾ 60 രൂപ. നെടുമങ്ങാട് 60 രൂപ വലിയ ബോൾ. ഞാൻ വിചാരിച്ചു 100 രൂപ 60 രൂപ വലിയ ബോള്. 30 രൂപ കിട്ടും. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം മഴകിൻ പഴകടലായി നുരയിടുമഴകിൽ നമുക്കു തുഴയാൻ അമ്പിളി തോഴി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ. അങ്ങനെ ഞങ്ങൾ കേശുവിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ചേട്ടൻ്റെ ഫ്രണ്ടും ഭാര്യയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സന്ധ്യയായി തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇനി ഇവിടെ നിന്ന് നേരെ രമേച്ചിരി അവിടെ പോകണം. അപ്പോൾ വരാറായിട്ട് ഇറങ്ങിയപ്പോൾ മൂന്നാളും കൂടെ ഫോണൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കേശുവിന് വരാൻ വയ്യ, മടി. ഇവരെയൊക്കെ വിട്ടിട്ട് വരാനായിട്ട് ഭയങ്കര മടി. പിന്നെ രമേച്ചിരി അങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കേശു വന്നതാണ്. അപ്പോൾ രണ്ടാം ഓണം കുറേ നല്ല നല്ല ഓർമ്മകളുമായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പോവുകയാണ്. ഇനി എൻ്റെ ട്രൈപോഡും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോണത്. ഇനി തിരിച്ചു വന്നത് എടുക്കാനായിട്ടുണ്ട്. അങ്ങനെ കേശുക്കുട്ടൻ ചെരുപ്പൊക്കെ ഇട്ട് അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെടുത്തിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എൻ്റെ ഫോണിൻ്റെ ചാർജർ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. വീഡിയോസൊക്കെ എടുത്തെടുത്ത് അങ്ങനെ ചാർജറും കൊണ്ടാണ് പോണത്. ഇനി അവിടെ പോയി കുറച്ച് സമയം ഫോൺ ചാർജ് ഇട്ടാൽ മാത്രമേ ഫോണിൽ ചാർജ് കാണുള്ളൂ. അപ്പം ഞങ്ങൾ ഇനി നേരെ രമ്യ ചേച്ചിയുടെ അടുത്തോട്ട് ഇനി രണ്ടാം ഓണം അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി. നാളെ ചതയോ ഇല്ല, അതിൻ്റെ ഒരുക്കൊക്കെയാണ് കേട്ടോ ആ ലൈറ്റൊക്കെ കാണുന്നത്. ഇനി നാളെ ഞങ്ങളുടെ വീട്ടിൽ